അടിപൊളി. കാട്ടിലെത്തിയില്ലേ? എന്നാലും പറ്റിയോ? എന്നാലും പറ്റിയോ? ഇറങ്ങിക്കോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ റിയർ ബ്രേക്കർ. ഗായ്സ്, ഇതേ നമ്മളിപ്പോൾ ഏതൊരു കോയമ്പത്തൂർ ഏതൊരു വെള്ളക്കെട്ടിലായിട്ട് വന്നേക്കണേ. ഷോളമോ അങ്ങനെ എന്തൊക്കെയോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പേര്, വെള്ളച്ചാട്ടമല്ല വെള്ളക്കെട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിക്ക് റൈഡ് വന്നേക്കാണ്. നമ്മുടെ KTM അർബൺ എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈഡും കാര്യങ്ങളായിട്ടുള്ള വന്നേക്കണേ. ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോലെയാണ് നമ്മൾ വന്നേക്കണേ. ഇപ്പോൾ കോയമ്പത്തൂരെത്തി. അപ്പോൾ നമ്മൾ ഇതുവരെ വന്നതിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്നും കണ്ടിട്ട് വരും. അപ്പോൾ അതേ ഗൈസ്, ഇതൊരു ശങ്കുലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബണ്ട് പോലെ കേട്ടോ, വെള്ളം കെട്ടി നിർത്തിക്കുന്ന പ്ലേസ് ആട്ടോ അത്. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാവരും എന്താ അവിടെ വണ്ടിയൊക്കെ എടുത്ത് ഫോട്ടോഷൂട്ടും നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ വണ്ടി എടുത്ത് നമ്മൾ വരികയാണ്. നമ്മളപ്പോൾ മൂവിയാണ്, എല്ലാവരും റെഡിയായി. അപ്പോൾ ആദ്യമായിട്ട് കേട്ടോ നമ്മൾ പോണേ ശിവൻ്റെ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 3/4 മണിക്കൂറും ഡ്രൈവ് ഉണ്ടാവും ആദ്യമായിട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എല്ലാവരും ഓൾ സെറ്റായി. അപ്പോൾ നമുക്ക് പോവാം. നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി സ്ട്രൈറ്റ് ടു ആദ്യമായിക്കാണ്. ഇവിടെ നോക്കിയൊക്കെ അടിപൊളി ഉണ്ടല്ലേ, നല്ല അടിപൊളി വഴി കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ സൈഡിൽ പനകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതൊരു ഗല്ലി കൂടെ പോകണമെന്നുണ്ട് കേട്ടോ. നൈസായി, നല്ല കട്ട ട്രാഫിക്കാണ് കേട്ടോ. ഇപ്പോഴൊന്ന് അതിൻ്റെ ഇടയിൽ നല്ല കട്ട ട്രാഫിക്കായിരുന്നു. അത് കുറച്ച് കൈ കൊടുക്കാൻ പറ്റിയ ഇപ്പോഴാണ്. പക്ഷെ ഇവിടുത്തെ റോഡൊക്കെ നൈസ് റോഡാട്ടോ, ഇങ്ങനെ കിടക്കുക. നമ്മുടെ പിള്ളേരാട്ടോ ഫുള്ള് പോണ്, അടിപൊളി. കുഞ്ഞു ഹമ്പുകളുണ്ട് കേട്ടോ. ടാസ്ക്കാണ് ആ ഹമ്പ് കേട്ടോ. ജസ്റ്റ് വീഡിയോ ചാടുമ്പോഴേ നല്ല അടിയായിട്ടിങ്ങനെ. നമ്മളിപ്പോൾ ഒരു ടൗണിൽ നിന്ന് റൈറ്റ് കയറി പോകുന്നു കേട്ടോ. റൈറ്റ് കയറി കൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. ഇനി കുറച്ച് ദൂരങ്ങളുള്ളൂ ഇവിടെ നിന്ന്. നമ്മളിതാ ആദ്യമായിട്ട് അവിടെ എത്തിട്ടോ. ഇഷ അതുകൊണ്ട് എൻട്രൻസും കാര്യങ്ങളും വരണേ. അടിപൊളി. എനിക്ക് കുറച്ച് പേര് ഇങ്ങനത്തെ ഇൻ്റർലോക്ക് ഇട്ട വഴി കേട്ടോ. പൈപ്പാണ് ഇതിനെ പിടിച്ച് പോട്ടോ. നമുക്കിപ്പോൾ റൈറ്റ് സൈഡ് പോകണം കേട്ടോ. റൈറ്റ് ലെഫ്റ്റ് എനിക്ക് ഓർമ്മയില്ല. കാണാൻ പറ്റും, നമ്മുടെ ശിവൻ്റെ സ്റ്റാച്ചു കാണാൻ പറ്റും. അതെ, റൈറ്റ് സൈഡിൽ തന്നെ ഈ സ്റ്റാച്ചു. ഇവിടെ എന്താ പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ടോ കേട്ടോ, നോക്കാം. വണ്ടി പോയി നിർത്താം. ഇതേ നോക്കി നമ്മുടെ ആദ്യയുടെ സ്റ്റാച്യു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടോ, ഫുള്ള് പാർക്കിംഗ് ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അയ്യോ അതൊല്ലൊക്കെ വരും കേട്ടോ, പുകഞ്ഞു പോകണം. ഒരു തണൽ പോലും ഇല്ല.
അപ്പോൾ ദേ നമ്മളിപ്പോൾ ഇതിൻ്റെ അടിയിലെത്തിട്ടോ. അടിപൊളി, നല്ല വലുപ്പമുണ്ട് കേട്ടോ, നല്ല ഹ്യൂജാണത്. നോക്കി ചുറ്റും കട്ട് സെക്ഷനല്ലോ. നമുക്ക് ആകെ ഇല്ലാത്തത് ഈ സൈഡ് മാത്രമാണ് കട്ട്സ് ഇല്ലാത്തുള്ളൂ, ബാക്കി ചുറ്റും കട്ട്സ്. അടിപൊളി, നല്ല വൈബാട്ടോ അവിടെ നിൽക്കാൻ. പൊളിച്ച് നമ്മളെല്ലാവരും കൂടെ ഒക്കെ ഉണ്ട്, ഫോട്ടോസ് നമ്മൾ എടുത്തോണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മളെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ ഉള്ള സ്റ്റാച്ചു ആണ് കേട്ടോ പറയണേ. ജസ്റ്റ് ഇങ്ങനെ ഇരിക്കണ ഹാഫ് ഇല്ല, ജസ്റ്റിനാണ് മേലേക്കുള്ളത്. ഇത് അപ്രോക്സ് വെയിറ്റ് 500 ടണ്ണോളം വെയിറ്റ് ഉണ്ടെന്നൊക്കെ കേട്ടോ പറയണേ. അടിപൊളി, എവിടെ എത്തിയില്ലേ. നമ്മളിപ്പോൾ കുറച്ച് നേരമായിട്ട് ഇവിടെ നിൽക്കണം. ഇങ്ങോട്ടേക്ക് ഒന്ന് ചുറ്റി നമ്മൾ പോവാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം വലിയ സ്റ്റാച്ചു ആണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഇനി കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങോട്ട് പോകണില്ല, നമ്മൾ ജസ്റ്റ് ഇതുവരെ വന്നു, ഡെസ്റ്റിനേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ. ഫോട്ടോ എടുക്കലും കാര്യങ്ങളോ കേട്ടോ. ഇനി അപ്പോൾ ഗായ്സ് നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്യാങ് എല്ലാവരും തിരിച്ചു. ഇനി നമ്മൾ വണ്ടി എടുത്തിട്ട് പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോട്ടോ. അത് ഇനി നമ്മൾ കേരളത്തിലെ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ ഇനി ലെറ്റ്സ് ഗോ. നല്ല അടിപൊളി കാറ്റുണ്ട് കേട്ടോ. ഇതിനകത്ത് ഫുള്ള് കാറ്റ്, നല്ല കാറ്റുണ്ട്. ഇപ്പോൾ ചെറിയ തണലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ, കാറ്റ് അടിപൊളി കാറ്റാണ്. ഇപ്പോൾ ഒരു വൈബുണ്ട് കേട്ടോ ഇത് നടക്കുക. നേരത്തെ ഭയങ്കര വെയിലായിരുന്നു, ഇപ്പോൾ കൊള്ളാം, അടിപൊളിയുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നേരെ ബാക്ക് ടു ഹോം അല്ലെങ്കിൽ ഷോറൂമിലേക്കാട്ടോ പോണേ. നമ്മൾ മണ്ണുത്തി ഷോറൂം വരെ വന്നേ. അപ്പോൾ പോണ വഴിക്ക് തീരുമാനിക്കാം. പിന്നെ നമ്മൾ ബാക്കിലത്തെ അവരുടെ പ്രോപ്പർട്ടിലേക്ക് ഒന്നും പോകാത്ത വീഡിയോഗ്രാഫി ഒന്നും ഇല്ല, വീഡിയോ ഫോട്ടോ. നമ്മൾ ഫോണും അല്ലാതെ നമ്മളവിടെ വെച്ച് പോകണമൊക്കെ വേണം. അപ്പോൾ നമ്മൾ ഫോണും ക്യാമറാസൊക്കെ അവിടെ പുറത്ത് വെച്ചിട്ട് വേണം പോകാൻ, ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം പോകാൻ. അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് തിരിച്ചു പോന്നു. പയ്യൻ ടാറ്റാട്ടി പോകണം. അടിപൊളി അടിപൊളി, കാട്ടിലെത്തിയില്ലേ. എന്നാലും പറ്റിയോ? എന്നാലും പറ്റിയോ? ഇറങ്ങിക്കോ. അന്ന വഴി തന്നെ കയറ്റാ. എടോ ഇതിപ്പോ കാട്ടുന്നതിന് എടുക്കുക. ബാക്കിക്ക് ന്യൂട്രലാക്ക്. തള്ളേ കയറോ? സ്റ്റാൻഡ് കേട്ടോ. ഇവിടെ സ്റ്റാൻഡ് ഇട്ടാൽ പിന്നെയും പോവും. അങ്ങനെ കേട്ടോ. അടിപൊളി. ഞാൻ പോസ്റ്റൊക്കെ കൂടി പോയിന്ന്. നേരത്തെ നമ്മുടെ പയ്യൻ കോർണർ അടിച്ച് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ കണ്ടെത്തി പോയി. അവൻ ഇപ്പോൾ എടുത്തു വന്നു. കുഴപ്പമൊന്നുമില്ല, വേറെ വിഷയം കാരണമൊന്നുമില്ല. ജസ്റ്റ് നേരെ കണ്ടെത്തി ചാടിയെന്നുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. നമ്മളിതവിടെ നിർത്തിയിട്ട് എല്ലാവരും കരിക്കൊക്കെ കുടിച്ചു കേട്ടോ. അതിന് വിടാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് പാലക്കാടാണ് കേട്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് പാലക്കാട്, എന്നിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ പാലക്കാട് റോഡ് കയറാൻ പോകണം കേട്ടോ. അതൊക്കെ ഫുള്ളും പൊളിച്ചിട്ടൊക്കെ കുറച്ച് ദൂരം ഇങ്ങനെ തന്നെ റോഡ്. ഭയങ്കര ഇങ്ങനെ ഓടിക്കുന്നത്, ഭയങ്കര വെയിലും പിന്നെ ഈ കുണ്ടും കോഴിയും. ആകെ ടയർഡായി. പുറത്തുകൂടെ പോവാം. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. ഒരു 2 മിനിറ്റ് നിർത്തി, എല്ലാവരും എത്തണവരെ നിർത്തി.
എല്ലാവരും എത്തി. അപ്പോൾ ഇനി ലെറ്റ്സ് നമുക്ക് പോവാം. ഇതൊക്കെ കേട്ടോ നമ്മുടെ ഫുള്ള് വണ്ടികളുണ്ട് കേട്ടോ. അടിപൊളി. നമ്മൾ ഹൈവേയിൽ കയറിട്ടോ. ഇനി ഇവിടുന്ന് നേരെ NH കയറിയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് പോകട്ടോ. അങ്ങനെയാണ് നമ്മളിപ്പോൾ പോകണേ. നല്ല രീതിക്ക് കാറ്റ് പിടിക്കുന്നുണ്ട്, നല്ല കാറ്റുണ്ട് ഇവിടെ. ഇപ്പോഴത്തേ നമ്മളിതാ ഹൈവേ എത്തിയിട്ടോ. ഇനി ഇത് സ്ട്രെയിറ്റ് പാലക്കാടാണ് കേട്ടോ. പാലക്കാടാണ് നമ്മളുള്ളത്. ഓക്കെ റോഡ് കിടക്കണം നോക്ക്, അടിപൊളി. നല്ല കാറ്റ്, നല്ല ക്രോസ് പിന്നും കാര്യങ്ങൾ അടിക്കുന്നുണ്ട് കേട്ടോ. ആകെ ഓബ്ലിട്ടാ പോണേ. നോക്കിയേക്ക് ആ ഗഡ്സും കാര്യങ്ങളൊക്കെ നോക്കിയേക്ക്, അടിപൊളിയുണ്ടല്ലേ. റോഡൊക്കെ വെട്ടിക്കെട്ട് റോഡാണ്, പക്ഷേ കൊണ്ടും കുഴിയൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതൊക്കെ വെൻ്റാവും ചിലപ്പോൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഴിയൊക്കെ റോഡിലുണ്ട്. അതൊക്കെ നോക്കിയിട്ട് പോയാൽ നൈസാണ്. വാളയാർ, നമ്മൾ വാളയാറെത്തി. പാലക്കാടേക്ക് 22 കിലോമീറ്റർ. കേരളം എത്താറായി തുടങ്ങിയ ക്യാമറകൾ. ഇതേ നമ്മുടെ ഗഡ് സെക്ഷൻ കാര്യങ്ങളുണ്ട് ആ ഭാഗത്ത്. അടിപൊളി. നമ്മളെല്ലാ പിള്ളേരും ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ പാലക്കാടെത്തി. ഇനി ഇവിടുന്ന് ഒരു ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാണ് എല്ലാവരും പാലക്കാടിലേക്ക് പോകുന്നത്. അപ്പോൾ ഡെസ്റ്റിനേഷനുകളിൽ നോക്കാം. അപ് ടൗണിലോട്ടോ ഫുഡും കാരണം. അപ്പോൾ ഗൈസ് നമ്മളത് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. ഈ അപ് ടൗണിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു, ഫുഡ് കുഴപ്പമില്ലായിരുന്നു. ഇനി ഇവർ ഹൈവേ വഴി പോകും, നമുക്ക് ഈ വഴി പോവാം. ഇതാണ് നമുക്ക്. അപ്പോൾ ഗായ്സ് അവിടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ കൂടെ വന്നൊരു ഷോറൂമിലേക്ക് തൃശ്ശൂരിലേക്ക് പോയി. നമ്മളിതിൻ്റെ അകത്തൂടെ പോയി. നമുക്ക് ഇതിനെ ഷോർട്ട് കട്ട് ഉണ്ട് വീട്ടിലേക്ക്. ഷോർട്ട് കട്ടല്ല, നമുക്ക് ഒറ്റപ്പാലം വഴി പോകണമാണ് എളുപ്പം. അപ്പോൾ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.